ഹലോ എവരിവൺ, മാജിക് ഫ്ലേവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഓട്സ് ബട്ടർ മസാലയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് സ്നാക്കായിട്ടും ഡിന്നറൊക്കെ ആയിട്ടും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ഡയറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡിഷാണ് കേട്ടോ. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നൊരു പ്രാവശ്യമെങ്കിലും നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. ഒരു അര സവാള നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ചേർക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഒരിക്കലും 100% കുക്ക് ആവരുത്. ഹാഫ് ബോയിൽ അതിന് താഴെ കുക്കായാലും കുഴപ്പമില്ല. അത്രയുമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു ഇത്തിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു പച്ചമുളകും ചെറുതായിട്ട് എരിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയും ഒരു ക്യാരറ്റാണ് ചെറുതായിട്ട് എരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതായത് പീസ്, ബീൻസ് ഇതൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് ചൂടായി വന്നപ്പോൾ തന്നെ ഇതിനകത്തേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മാഗിയുടെ മാജിക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് 2 കവർ മാജിക് മസാല ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മാജിക് മസാലയുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുക ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതും അതൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിനകത്ത് ചേർക്കുന്നത് ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ പെപ്പറും. ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മുളക് പൊടിയും പച്ചമുളകും പെപ്പറും ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് അതനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അളവ് പറയാത്തത്. അതും പൊടികളുടെ ഇത് കഴിഞ്ഞ് ചൂടായി കഴിയുമ്പോൾ വെജിറ്റബിൾ അതുപോലെ തന്നെ അധികം വേവാതെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു 1.5 കപ്പ് ഓട്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഓട്സ് ഈ മസാലയ്ക്കകത്ത് കിടന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഓട്സ് വേവാൻ വേണ്ടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 1.5 കപ്പ് ഓട്സിന് 1.5 കപ്പ് വെള്ളം തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഒരിക്കലും ഒരുമിച്ച് എല്ലാ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കരുത്. ഞാനിപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒരു കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് പതുക്കെ കുക്കായി വരുന്നപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനൊരു 1/4 കപ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും 1/4 കപ്പ് ചേർത്ത് കൊടുത്തു. ഇങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ ഒരുപാട് കുഴഞ്ഞു പോവില്ല, നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും. വെജിറ്റബിൾസ് കറക്റ്റ് പാകമായിട്ട് വരും. അതുകൊണ്ടാണ് വെജിറ്റബിൾസ് അധികം വേവിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് പൊടികളൊക്കെ നന്നായിട്ട് മിക്സായി നല്ല ടേസ്റ്റ് വരും. അപ്പോൾ അതിനുശേഷം ഇതിനകത്തേക്ക് ചേർക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബട്ടറാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ ബട്ടർ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇവിടെ വളരെ ഇഷ്ടമുള്ളൊരായിട്ടാണ്. എത്ര ബട്ടർ ഉണ്ടെങ്കിലും വളരെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബട്ടർ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് ചൂടാവുമ്പോൾ ബട്ടർ അലിഞ്ഞു വന്നോളും. അപ്പോൾ ബട്ടറും ചേർത്ത് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് ആ ബട്ടർ മെൽറ്റായി ഈ ഓട്സിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അത് അടച്ചു വെക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം അങ്ങനെ വേവേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റാണ് ഞാൻ ക്യാപ്സിക്കം ഡെക്കറേറ്റ് ചെയ്യുന്നത് പോലെ അങ്ങനെ മുകളിൽ ഇട്ട് കൊടുത്തത്. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും തൂക്കിയിട്ട് അടച്ചു വെക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ച് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ബട്ടറൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്, ക്യാപ്സിക്കൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് കുറച്ച് മല്ലിയിലയും ചേർത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടച്ചു വെച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാനുള്ള സമയം. അപ്പം നമ്മളുടെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഓട്സ് ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായമൊക്കെ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.